A multidisciplinary approach is adopted in imparting health education on lifestyle modifications AAC 11E. AAC 11E എന്താണ് പറയുന്നത്? നമ്മളുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷന് വേണ്ടുന്ന എഡ്യൂക്കേഷൻ പേഷ്യൻസിന് കൊടുക്കുമ്പോൾ അതിന് വ്യത്യസ്തമായ അപ്രോച്ചുകളെ ഒരുമിച്ച് കൊണ്ടുവന്ന് നമുക്ക് ആ എഡ്യൂക്കേഷൻ നടത്താൻ സാധിക്കണം. ഒരു വീട്ടിൽ ഒരാൾ ടുബാക്കോ യൂസ് ചെയ്യുന്ന ആളാണ് ചികിത്സയ്ക്ക് വന്നിരിക്കുന്നതെങ്കിൽ ആ ടുബാക്കോ കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസിനെ അയാളുടെ ഫാമിലിയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഈയൊരു ഇൻഫർമേഷൻസ് നമ്മുടെ ക്ലിനിക് ഫിസിഷ്യൻസ്, നേഴ്സസ്, ഡയറ്റീഷ്യൻ, ഫിസിയോതെറാപ്പിസ്റ്റ്, ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കോ സോഷ്യൽ വർക്കർ തുടങ്ങി എല്ലാവർക്കും ഈ വിഷയത്തിൽ ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാമുമായിട്ട് കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടാവണം. അത് പേഷ്യൻ്റ് എക്സസൈസ് ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പെയിൻ ആൻഡ് ഒരു ഇൻഫ്ലമേഷൻ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സർജറി കഴിഞ്ഞതിന് ശേഷം ആ പേഷ്യൻറ്റിൻ്റെ ആ ക്രോണിക് കണ്ടീഷൻ മാനേജ് ചെയ്യുന്നതിനെക്കുറിച്ചോ ഒരു റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുന്നതിനെക്കുറിച്ചോ ആയിരിക്കാം. സോ ഇതൊരു ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യേണ്ടി വരുന്ന പല സാഹചര്യങ്ങളാണ്. പലപ്പോഴും നമ്മൾ ഒരു ന്യൂട്രീഷൻ ലെവലിലായിരിക്കും ഇതിനെ പെട്ടെന്ന് ചിന്തിക്കുക. ഓഫ് കോഴ്സ് ഒരു പലപ്പോഴും ന്യൂട്രീഷനലി നല്ലതല്ലാത്ത ഭക്ഷണശൈലികൾ പല അസുഖങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അതുമാത്രമല്ല ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എഡ്യൂക്കേഷനിൽ പെടേണ്ടത്. അത് ഒരു എക്സസൈസിനെ കുറിച്ചായിരിക്കാം, അവരുടെ ഒരു സാമൂഹ്യമായ ഒരു ശീലത്തിൻ്റെ പ്രശ്നത്തെക്കുറിച്ചായിരിക്കാം. ചിലപ്പോഴെല്ലാം നമ്മളുടെ ഫിസിഷ്യനോ ഒരു ഡ്യൂട്ടിയിലുള്ള ആളോ മദ്യപിക്കുന്ന ആളാണെങ്കിൽ വല്ലപ്പോഴും ഒന്ന് മദ്യപിച്ചോളൂ എന്നുള്ള അഡ്വൈസ് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത് നല്ലതല്ല എന്ന് നമ്മൾ തന്നെ ഇൻറ്റേർണലി ഡിസൈഡ് ചെയ്യപ്പെടുകയും ആ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോട് കൂടി നമുക്ക് ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാവണം. AAC 11E നമ്മൾ വ്യക്തമായി കാണുന്നത് നമുക്കൊരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ഇതിനകത്ത് ഉൾപ്പെടുത്തണമെന്നാണ് നമ്മുടെ ഈ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിനകത്ത്, ലൈഫ് സ്റ്റൈൽ മോഡിഫയറിനകത്ത്. സോ വളരെ ഒരു സീരിയസ് ക്രിട്ടിക്കൽ കണ്ടീഷൻ പാസ് ചെയ്ത് വീട്ടിലേക്ക് പോകുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് സഫർ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മോഡിഫിക്കേഷൻ അവർക്കും ഫാമിലിക്കും എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ആൽക്കഹോൾ ഉപയോഗിക്കാൻ പാടില്ലെങ്കിൽ ആ വ്യക്തിയെയും ആ കുടുംബത്തെയും അയാളുടെ കൂടെയുള്ളവരെ അത് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ കൃത്യമായ എഡ്യൂക്കേഷൻ പ്ലാൻ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാവണം. പേഷ്യൻറ്റിൻ്റെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എഡ്യൂക്കേഷന് AAC 11E നമ്മൾ ഈ കാര്യം കാണുന്നത്. AAC 11E വളരെ കൃത്യമായി നമ്മുടെ ഹോസ്പിറ്റലിൽ പാലിക്കാൻ ശ്രമിക്കേണ്ടതാണ്. നമ്മുടെ ഒരു 11ാമത്തെ സ്റ്റാൻഡേർഡ് സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഒരു സ്റ്റാൻഡേർഡാണ്.